ചിരി നമ്മുടെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ആയുസ്സിനും നല്ലതാണെന്ന് പറയണത്. ആയുസ് കൂട്ടുമെന്നാണ് പറയണത്. അപ്പം നമ്മളിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ കണ്ടു. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിനിയാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. അതിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോണത്. അപ്പോൾ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമില്ല. നമ്മൾ ചിരിക്കണമെങ്കിൽ അതിൽ കാതലായ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണണം. എന്നാലും നമ്മൾ ശരിക്കും മനസ്സറിഞ്ഞ് ചിരിക്കുള്ളൂ. അതേപോലെ മനസ്സറിഞ്ഞ് 2.5 മണിക്കൂർ നമ്മളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സംവിധായകനും അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നൊന്ന് ആലോചിച്ച് നോക്കുക. ശരിക്കും പറഞ്ഞാൽ 2.5 മണിക്കൂറും നമ്മൾ ഇന്ന് ചിരിക്കുകയാണ്. അത്ര മനോഹരമായുള്ളൊരു പടമാണ് മോഹിനിയാട്ടം. ഭരതനാട്യമാണ് ഇവർ ആദ്യം എടുത്തത്. ഭരതനാട്യം എനിക്ക് ടി വിയിലാണ് കാണാൻ കഴിഞ്ഞുള്ളൂ. ടി വിയിൽ കണ്ടപ്പോൾ അതൊരു മനോഹരമായുള്ളൊരു പടമായിരുന്നു. പക്ഷേ മോഹിനിയാട്ടം പോലെ അത്ര ഒരു സക്സസ് ആയിരുന്നില്ല അത്. പക്ഷേ എന്നിരുന്നാലും അവരുടെ ഒരു കഴിവ്, അവരൊരു ബുദ്ധി അപാരം തന്നെ. ഈ വിഷുക്കാലത്ത് വാഴ 2 കണ്ട്, പ്രതിച്ഛായ കണ്ട്, ആട് 3 കണ്ടൊക്കെ മനുഷ്യൻ്റെ മനസ്സ് മരവിച്ചിരിക്കാറുണ്ട്. ഒരുപാട് തമാശയുണ്ട്, ഗംഭീരമായിട്ട് ചിരിക്കാമെന്ന് പറഞ്ഞിട്ട് വാഴ 2 ഒക്കെ കാണാൻ പോയി. സത്യം പറയാലോ, ചിരി പോയിട്ട് മനുഷ്യൻ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയുള്ളൊന്ന് ചാടിപ്പോന്നാൽ മതി എന്ന് വെച്ചു. കുറേ കൂതറ പിള്ളേർ കിടന്നിട്ട് കാട്ടി കൂടുന്ന അങ്കക്കെട്ട് കണ്ടിട്ട് ചിരിയല്ല വരുന്നത്, നമുക്ക് തെറി പറയണത് വായയിൽ നടക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഈ ഒരു സിനിമ കണ്ടപ്പോൾ നമ്മളതൊക്കെ മറന്നു. അതിലൊരു നമ്മുടെ വാഴയിലൊരു 3-4 കൂതറ പിള്ളേരുണ്ട്. അവരെ അഭിനയമല്ല അത്. ഇതിൽ സുഭാഷ് എന്ന കഥാപാത്രത്തിൻ്റെ ഒരു അഭിനയമുണ്ട്. സുഭാഷിൻ്റെ പേര് എനിക്കറിയില്ല. അപ്പോൾ സുഭാഷ് എന്ന് പറഞ്ഞൊരു കഥാപാത്രം, ആ കഥാപാത്രം പുതുമുഖമാണ്, ഒരു പയ്യനാണ്. ആ പയ്യൻ്റെ അഭിനയം, ആ പയ്യൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലൊരു നല്ലൊരു നടനായിട്ട് വരും. ഈ കൂതറ പിള്ളേരൊക്കെ അവൻ്റെ അഭിനയം പോയിട്ട് കാണട്ടെ മോഹിനിയാട്ടത്തിലെ. അതാണ് അഭിനയം. അല്ലാണ്ട് വെറുതെ കിടന്ന് കുറേ തല്ലുകൂടി കഴിഞ്ഞാൽ അത് അഭിനയമല്ല, പല്ലുനാവും കടിച്ച അഭിനയമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരിത് കാണട്ടെ. ഇതാണ് അഭിനയം. ഒരു ഫൈറ്റില്ല, ഒരു തമാശയില്ല, ഒന്നുമില്ലാണ്ട് ആ പയ്യൻ്റെ അഭിനയം. അതാണ് ശരിക്കും മുഖത്ത് അഭിനയം. അത് കലാണത്. അത് ആ കലയാണ് ആ ചെക്കന് കിട്ടിക്കൊണ്ട്. നന്നായി വരട്ടെ, അത്രേ നമുക്ക് പറയുള്ളൂ. വിനയ് ഫോർട്ട് ഇതിൽ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്, ഒരു SIയുടെ. നന്നായിട്ടുണ്ട്, നല്ല കുറച്ചുള്ളെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യം തൊട്ട് അവസാനം വരെ അഭിനയിച്ച് നിൽക്കുന്നത് ഷൈജു കുറുപ്പാണ്. ഷൈജു കുറുപ്പിൻ്റെ നല്ല മനോഹരമായിട്ടുള്ള അഭിനയം. ആട് 3 പോലെയുള്ള അഭിനയമൊന്നുമല്ല. ഭരതനാട്യത്തിലും മൂപ്പരും മനോഹരമായിട്ട് അഭിനയിച്ചിരുന്നു. അതേപോലെ തന്നെ ഈ മോഹിനിയാട്ടത്തിലും മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ കൊതി മാറില്ല, അത്ര നന്ദിയുള്ള ഒരു അഭിനയമാണ് കാഴ്ചവെച്ചത്. പിന്നെ കലാരഞ്ജിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉർവശിയുടെ കുടുംബത്തിൽ നിന്ന് വരുന്നൊരു കലാകാരിയാണ്. പിന്നെ നമുക്ക് പറയണ്ടല്ലോ, എന്താ അഭിനയം എന്നറിയാം, എന്ത് രസമായിട്ടാണ് ചെയ്തതെന്നറിയാം. ഭാവാഭിനയൊക്കെ കണ്ടുപഠിക്കണം. പിന്നെ അതിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരാൾ ആനന്ദവല്ലിയാണ്. ആനന്ദവല്ലി, ബേബി ശാമിനി ഒരുപാട് കുട്ടികളുടെ ശബ്ദം കൊടുക്കുന്ന ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്. മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാം. സുരാജ് വെഞ്ഞാറമൂടിന് വളരെ കുറച്ചുള്ളെങ്കിലും സുരാജ് വെഞ്ഞാറമൂട് കലക്കിയിട്ടുണ്ട്. ആദ്യം തൊട്ട് അവസാനം വരെ വെഞ്ഞാറമൂട് ഉണ്ട്, പക്ഷേ ഡയലോഗ് കുറച്ചുള്ളൂ, തുടക്കത്തിലുള്ളൂ. അപ്പോൾ ഈ ഒരു കഥ നമ്മളെ തിയേറ്ററിനെ ഇളക്കി മറിക്കണം. അത്ര ആൾക്കാരെ എൻജോയ് ചെയ്തിട്ടാണ് ആ പടം കാണുന്നത്. സിനിമ ഇൻ്റർവെൽ ആയതറിഞ്ഞില്ല, അതുപോലെ സിനിമ കഴിഞ്ഞതറിഞ്ഞില്ല. അപ്പം നമുക്ക് നമ്മുടെ മനസ്സ് എല്ലാം മറന്നുകൊണ്ട് ആ കഥയിൽ നമ്മൾ ഇൻവോൾവ് ആവുക. തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇൻവോൾവ് ആക്കിയവർ. പിന്നെ അതിൽ നിന്ന് ഇൻ്റർവെല്ലിൽ ഒരു ചായ വരെ കുടിക്കാൻ പോകാൻ നമുക്ക് തോന്നിയില്ല. പക്ഷേ എന്നിരുന്നാലും പോയി ചായ കുടിച്ചു. എന്നിരുന്നാലും പോയി ചായ കുടിച്ചു. അത് നമുക്ക് അങ്ങനെ അത്രയും നമ്മൾ ആ കഥയിൽ ഇൻവോൾവാണ്. എനിക്കൊറ്റ കാര്യം പറയുള്ളൂ, നിങ്ങൾ ഈ വിഷുകാലത്ത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു വിഷുക്കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹിനിയാട്ടമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ 3-ാം ഭാഗം വരും, അത് കുച്ചിപ്പുടിയാവും എന്ന് വിചാരിക്കുന്നത്. കുച്ചിപ്പുടി തന്നെയാണ്, അതിരിക്കട്ടെ. അപ്പോൾ പിന്നെ ഇതിൽ 2 ഇരട്ടകൾ അഭിനയിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവർ 2 പേരും ഇരട്ടകൾ. അത് ആദ്യത്തെ നമ്മുടെ ഭരതനാട്യത്തിലുണ്ടാടുന്നവർ 2 പയ്യന്മാർ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിലവർ നന്നായി അഭിനയിച്ചിട്ടുണ്ട്, ഇതിലവർ നന്നായി അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാണ്ട് നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും ഉള്ളൊരു സിനിമയാണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിപ്പിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പല അമ്പലങ്ങളിലും പോയിട്ട് നമ്മൾ പല വഴിപാടുകൾ നടത്തുന്നുണ്ട്. നമ്മൾ കിടന്ന് ഉരുളുന്നുണ്ട്,
അതുപോലെ തന്നെ മുട്ടുമ കിടന്ന് അഴീനുണ്ട്, പല പല ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് അമ്പലത്തിലേക്ക് ഈ കാഴ്ച കൊടുക്കുന്നുണ്ട്. ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നമ്മളവിടെ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ ശരിക്കും ഈ പടത്തിലെടുത്ത് കാണിച്ചിട്ടുണ്ട്. ഒരു അമ്പലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3-4 ആൾക്കാരെ മനസ്സിൽ തോന്നുന്നു ഒരു അമ്പലം ഉണ്ടാക്കാമെന്ന്. ആ അമ്പലത്തിനൊരു പേരും ഇട്ടുകൊണ്ട് ഒരു അമ്പലം ഉണ്ടാക്കി അത് ഭാവിയിൽ ഗംഭീര അമ്പലമായിട്ട് എല്ലാവരും വന്ന് ഭയങ്കരമായിട്ട് ലക്ഷങ്ങൾ അവിടെ കൊണ്ടു കൊടുക്കുന്ന ഒരു അമ്പലമായിട്ട് മാറണ്. പക്ഷേ ഇതൊരു നമ്മുടെ ഒരു കുടുംബക്ഷേത്രമല്ല, ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു അമ്പലമാണ്. ഈ അമ്പലം അവിടെ എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ചരിത്രം അതിൽ കാണിക്കുന്നുണ്ട്. അതൊരു ഭക്തിയുടെ ഒരു മറിമായാണ്. അങ്ങനെ കേരളത്തിൽ പല അമ്പലങ്ങളും ഉണ്ട്. അത് തള്ളിക്കളയാൻ പറ്റാത്തൊരു കാര്യമാണ്. ആ അമ്പലത്തിൻ്റെ ചുറ്റിപ്പറ്റിയും ഒരു വീടിൻ്റെ ചുറ്റിപ്പറ്റിയും നടക്കുന്ന കഥ. അധികം ലൊക്കേഷനുകളില്ല, അധികം തിക്കും തിരക്കില്ല, വലിയ പാട്ടില്ല, വലിയ ഇടിയില്ല, ഒന്നുമില്ല. വളരെ സൈലൻ്റായി കുടുംബങ്ങൾക്ക് പോയിരുന്ന് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഈ വിഷുക്കാലത്ത് കിട്ടിയിട്ടുള്ള ഏറ്റവും മനോഹരമായുള്ള ഒരു സിനിമയാണ് മോഹിനിയാട്ടം എന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല. ഞാൻ ഈ പടം നിങ്ങളുടെ കേരളത്തിലുള്ള ആപാലവൃന്ദം ജനങ്ങളെയും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങൾ വാഴ 2 കാണുന്ന പോലെ അല്ല അത്. നിങ്ങൾ ആ സിനിമയ്ക്ക് പോകരുത്. അത് തല്ലിപ്പൊളി സിനിമയാണ്. ആ സിനിമ 10 പൈസയ്ക്ക് കൊള്ളില്ല. ഇതല്ല. ഇത് നമ്മൾ ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് ചിലപ്പോൾ ഒരു 2 മാസത്തേക്ക് നീട്ടി കിട്ടും. അത്ര നന്നായി നമുക്ക് എൻജോയ് ചെയ്ത് ചിരിച്ച് കാണാൻ പറ്റാവുന്നൊരു സിനിമ. ഇതിങ്ങനെയുള്ള സിനിമകൾ വേണം നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ. ഇതിന് വേണം നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറാനായിട്ട്. അതിലൊരു നഷ്ടം തോന്നണ്ട നമുക്ക്. ഓക്കെ, അപ്പോൾ ഈ റിവ്യൂ നമ്മളിവിടെ നിർത്തും.